മഹാജ്ഞാനം 2-ാം അധ്യായം 16 മുതൽ 24 വരെ തിരുവചനങ്ങൾ. ബാരക്കമോർ. വെറും അശുദ്ധരായിട്ടാണ് അവൻ നമ്മെ വിചാരിക്കുന്നത്. അശുദ്ധിയിൽ നിന്നെന്നവണ്ണം നമ്മുടെ വഴികളിൽ നിന്നും അവൻ ദൂരെ മാറുന്നു. നീതിമാന്റെ വഴികളും അവൻ്റെ അന്ത്യവും വാഴ്ത്തപ്പെട്ടത് എന്നവൻ പറയുന്നു. അവൻ്റെ പിതാവ് ദൈവമാണ് എന്നവൻ പ്രശംസിക്കുന്നു. അവൻ്റെ വാക്കുകൾ സത്യമോ എന്ന് നമുക്ക് നോക്കാം. അവൻ്റെ നിര്യാണത്തിൽ നമുക്ക് പരീക്ഷിച്ചു നോക്കാം. അവൻ്റെ നീതിമാൻ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ താൻ അവനെ സ്വീകരിക്കും. അവനെതിരെ നിന്നവരുടെ കൈകളിൽ നിന്നും അവനെ രക്ഷിക്കുമല്ലോ. അപമാനവും പീഡനവും കൊണ്ട് നമുക്കവനെ ചോദ്യം ചെയ്യാം. അവൻ്റെ വിനീത ഭാവനത്തിൻ്റെ മേന്മ നമുക്കറിയുകയും ചെയ്യാമല്ലോ. അവനിൽ തിന്മയില്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം. അവനെ പരസ്യമായ മരണത്തിന് നമുക്ക് വിധിക്കുകയും ചെയ്യാം. അവൻ്റെ വാക്കുകൾ നിമിത്തം അവന്മേൽ ചോദ്യമുണ്ടാകും. ആ ബുദ്ധിഹീനർ ഇങ്ങനെ ചിന്തിച്ച് തെറ്റിപ്പോയി. അവരുടെ തിന്മ അവരെ അന്ധരാക്കി കളഞ്ഞു. അവർ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അറിഞ്ഞില്ല. പുണ്യമുള്ള പ്രതിഫലം അവർ പ്രത്യാശിച്ചില്ല. നിർമ്മലരായ വൃദ്ധരുടെ ആത്മാക്കളെ അവർ മനസ്സിലാക്കിയില്ല. എന്തെന്നാൽ ദൈവം നാശമില്ലാത്തവനായി സൃഷ്ടിച്ചു. തൻ്റെ സദൃശ്യത്തിൻ്റെ പ്രതിച്ഛായയിൽ അവനെ മനഞ്ഞു. ആകൽ കർസായുടെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ കടന്നു. അവൻ്റെ വിഭാഗത്തിൽപ്പെട്ടവർ അവനെ പരീക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ആമേൻ.